കഴിഞ്ഞ 15 വർഷമായി മാവൂരിനെ മുച്ചൂട് നശിപ്പിച്ച UDF ഭരണത്തിനെതിരുള്ള നല്ല ഒരു വിധിയെഴുത്തായിരിക്കും വരാൻ പോകുന്നത്. നമുക്കറിയാം, മാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷത്തെ UDF ഭരണത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താതെ മാവൂരിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ LDFന്റെ 40 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാവൂരുണ്ടായിരുന്ന ഒരു 1500 രൂപയ്ക്ക് നൽകാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാൾ പിടിച്ചു പൊളിച്ച് പുതിയ ഒരു കടമെടുത്ത് 7 കോടി രൂപയോളം കടമെടുത്തുണ്ടാക്കിയ ആ കമ്മ്യൂണിറ്റി ഹാള് ഒരു ഉപകാരപ്രദവും ഇല്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഭാഗമായി ഉണ്ടാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മുറികൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം മാറ്റി നല്ല രീതിയിൽ മാവൂരിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്നത്. നമുക്കറിയാം, അതുപോലെ തന്നെയാണ് മാവൂരിലെ നിലവിലുണ്ടായിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, നല്ല വരുമാനം മാവൂരിന് കിട്ടിയിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഒരു കാരണവുമില്ലാതെ ഒരു ചെറിയ തോതിൽ റിപ്പയർ നടത്തി നന്നാക്കി എടുക്കാമായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാള് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടിച്ചു പൊളിച്ച് ആണ് അവിടെ ഇപ്പോൾ ഒരു വയോജന പാർക്ക് ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞു. ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് വയോജന പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ്, നമുക്കറിയാം മാവൂരിലുണ്ടായിരുന്ന മത്സ്യ മാർക്കറ്റ്, ആ മത്സ്യ മാർക്കറ്റ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് മാവൂർ ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാവൂരിന് അനുവദിച്ചിരുന്ന പല വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ പേരിൽ മാവൂരിന് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ 15 വർഷമായി UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഭരണസമിതി നടത്തിക്കൊണ്ട്. ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്കറിയാം, മാവൂരിലുണ്ടായിരുന്ന 365 ഏക്കർ പോളിയറസിന്റെ സ്ഥലം, ആ സ്ഥലം ഇപ്പോൾ തരിശായി കിടക്കുകയാണ്. എന്നാൽ അവിടെ എന്തെങ്കിലും പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി മാവൂരിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്നതിനുള്ള പദ്ധതിയുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ മാവൂരിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ലൈഫ് ഭവന പദ്ധതികൾ ഒന്നും തന്നെ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല. ആ ലൈഫ് പദ്ധതികൾ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ലൈഫ് പദ്ധതി നടത്തിക്കൊണ്ട് മാവൂരിലെ ജനങ്ങൾക്ക് വീടുകളും മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഈ വരുന്ന LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ നടപ്പിലാക്കും, പഞ്ചായത്ത് വന്നാൽ നടപ്പിലാക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇവിടെ കുടിവെള്ള പദ്ധതി, ഒരുപാട് കുടിവെള്ള പദ്ധതികൾ LDFന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ UDF നശിപ്പിച്ച് പൊതു ടാപ്പുകളൊക്കെ അടച്ചുപൂട്ടി. അതുപോലെ ഇനി ജൽജീവൻ മിഷന്റെ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളുമായിട്ട് LDF പോകും. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ LDF അധികാരത്തിൽ വന്നാൽ മാവൂരിൽ നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്ന റോഡുകളെല്ലാം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാറ്റി മാറ്റും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും കത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലം UDF നശിപ്പിച്ച മാവൂർ പഞ്ചായത്തിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യം. അതിനുവേണ്ടി UDF നശിപ്പിച്ച മാവൂർ പഞ്ചായത്തിന് വേണ്ടിയുള്ള കളിസ്ഥലം, ഒരു പുതിയ കളിസ്ഥലം ഞങ്ങൾ ഉണ്ടാക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാവൂരിലെ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, UDFന്റെ കാലത്ത് ഒന്നും തന്നെ ചെയ്യാത്ത റോഡുകൾ ഞങ്ങൾ നന്നാക്കി ധാർ ചെയ്ത് പുതിയ റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, മാവൂരുണ്ടായിരുന്ന ഒരുപാട് പൊതു ടാപ്പുകൾ UDF പഞ്ചായത്ത് ഭരണസമിതി അടച്ചുപൂട്ടി. അത് മുഴുവൻ ഞങ്ങൾ തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ മാവൂരിലെ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട പുരോഗതി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഉണ്ടായിരുന്ന ഒരു കോളേജ് നഷ്ടപ്പെടുത്തി ഇനി ITA പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെച്ചപ്പെട്ട് ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കും. ഇവിടെ ചില പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മനുഷ്യനെ മോഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പോകുന്നത്. അത്തരം പാർട്ടിക്കാരോട് ചോദിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷി ഇവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. 326 ഏക്കർ ഭൂമിയാണ് ബിർള മാനേജ്മെന്റ് ഇവിടെ തരിച്ചിട്ട് 25 വർഷം പൂർത്തീകരിച്ചു. ഈ 25 വർഷത്തിനകത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ഇപ്പോ NDA ആണ് ഭരിക്കുന്നത്. ഏതെങ്കിലും ഒരു സർക്കാർ മാവൂർ പഞ്ചായത്തിലെ അഭ്യസ്തവിദ്യരായ, മാവൂർ പഞ്ചായത്തിലും പരിസര പ്രദേശത്തുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഈ കമ്പനിയുടെ ഈ തരിശു ഭൂമി ബിർള മാനേജ്മെന്റുമായി സംസാരിച്ച് ഈ സ്ഥാപനത്തിൽ ഒരു സ്ഥലത്തൊരു വ്യവസായം ആരംഭിച്ച് അവർക്ക് ജോലി കൊടുപ്പിക്കാൻ ആവശ്യമായ വല്ല പണി ചെയ്തിട്ടുണ്ടോ? ഒരു ചെറു വിരൽ അനക്കാൻ മാവൂരിലെ പഞ്ചായത്ത് UDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഏറ്റെടുക്കേണ്ട പ്രധാന ഉത്തരവാദിത്തങ്ങളാണ്. അതൊരു മടി കൂടാതെ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമായിരിക്കും വേണ്ട. ഈ തരിശു കിടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ വ്യവസായം ആരംഭിക്കാൻ ഇന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി
ഈ സ്ഥലം ജനങ്ങൾക്ക് ഗുണകരമായ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. അതുപോലെ തന്നെ KSRTC കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കായ KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. എന്നാൽ കോഴിക്കോട് നിന്ന് അരീക്കോട് ഭാഗത്തേക്ക് മഞ്ചേരി ഭാഗത്തേക്ക് പേരിന് മാത്രം ഒരു ബസ്സാണ് പോകുന്നത്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTC ബസ് അരീക്കോട് ഭാഗത്തേക്കും തെട്ടാങ്ങൽ REC മുക്കം ഭാഗത്തേക്കും KSRTC ബസ് സാധാരണ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള KSRTC ബസ് സർവീസ് ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിൽ സമഗ്രമായി ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കും വേണ്ട. അതുപോലെ തന്നെ സ്വയം തൊഴിലില്ലാത്ത ആളുകൾ, ഇവിടെ ധാരാളം ആളുകൾ തൊഴിലില്ലാത്തവരുണ്ട്. അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കണം. ഈ ഗവൺമെന്റ് LDF ഗവൺമെന്റ് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിർലോഭം ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലിശ കുറച്ച് ലോൺ കൊടുത്ത് ഈ മേഖലയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ യുവതിയുവാക്കളെ ആകർഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് ഈ ഇതുപോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ച് കുറെ അധികം ആളുകൾക്ക് ജോലി കൊടുത്ത് അവരെ തൊഴിലില്ലായ്മയിൽ നിന്നും മുക്തരാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം, ഇപ്പോഴത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റി അവിടെ വയോജനങ്ങൾക്ക് പാർക്ക് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ അതിനകത്തെ അന്വേഷണം നടത്തിച്ച് അതിനെ കുറ്റക്കാരുടെ പേരിൽ ആവശ്യമായ അല്ലെങ്കിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ പൊതുഫണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ അധ്വാനത്തിൽ നിന്നും ഒരു പങ്ക് നികുതിയായി കൊടുക്കുന്ന ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ UDF ഭരണസമിതി നടത്തിയിട്ടുള്ള ഈ അഴിമതി ഈ കൊള്ളക്കെതിരെയുള്ള അന്വേഷണങ്ങൾ നടത്താൻ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പലരും പല രൂപത്തിൽ അടിയെണ്ണേണ്ടി വരും. ചിലരൊക്കെ മാവൂർ സർവീസ് ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത്തരക്കാരുടെ ചോദിക്കട്ടെ, നിങ്ങൾ മാവൂർ നടത്തുന്നുണ്ടല്ലോ, കോൺഗ്രസ് നടത്തുന്ന സ്ഥാപനം, UDF നടത്തുന്ന സ്ഥാപനമില്ലേ? നിങ്ങളെ അർബൻ ബാങ്കിനകത്ത് എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് നിങ്ങൾ പണി കൊടുത്തിട്ടുണ്ട്? നിങ്ങളെ വനിതാ സഹകരണ സംഘത്തിനകത്ത് നിങ്ങൾ എത്ര പേർക്ക് പണി കൊടുത്തിട്ടുണ്ട്? വലിയ വിപ്ലവം പറയുന്ന BJP-കാർ നടത്തുന്ന പെരുവയിൽ സർവീസ് സഹകരണ സ്ഥാപനത്തിനകത്ത് എത്ര കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ജോലി കൊടുത്തിട്ടുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ BJP-കാർക്ക് പണി കൊടുക്കുക. അർഹതപ്പെട്ട ആളുകളെ പല ആളുകളെയും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്, പല മേഖലയിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട്. ആ രൂപത്തിലല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകാമെന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങൾ കൊണ്ടൊന്നും മാവൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യതയെ 1% പോലും കുറയ്ക്കാൻ വേണ്ടി, താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല എന്ന് UDF-കാരോടും NDA-യുടെ പ്രവർത്തകന്മാരോടും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാവൂർ NIT കൊടുവള്ളി റോഡുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ, കുറച്ച് ലീഗുകാരും കോൺഗ്രസുകാരൊക്കെ കൂടി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ ശ്രമത്തിന്റെ ഫലമായാണ് റോഡ് ടാർ ചെയ്തെന്നും പറഞ്ഞ് ബോർഡൊക്കെ വെച്ചവരുണ്ട്. അവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളാരും പറയാതെ തന്നെ, നിങ്ങളെ സമ്മർദ്ദം കൂടാതെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടിയുടെ അംഗങ്ങൾ, CPIM-ന്റെ പ്രവർത്തകന്മാർ, ഇടതുപക്ഷ പ്രവർത്തകന്മാർ കേരള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി മാവൂർ NIT റോഡ് വീതി കൂട്ടി 10 മീറ്റർ വീതിയിൽ റോഡ് ഉണ്ടാക്കി ഈ റോഡ് കൂടുതൽ ഗതാഗത യോഗ്യമാക്കണമെന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശക്തമായ തീരുമാനത്തിന്റെയും നിലപാടിന്റെയും ഭാഗമായാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. 52 കോടി രൂപ നേരത്തെ ഈ റോഡിന് വേണ്ടി ഗവൺമെന്റ് വകയിരുത്തി കിഫ്ബിയിൽ നിന്നും പണമെടുത്ത് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി, വീതി കൂട്ടി ടാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ 52 കോടി രൂപ കൊണ്ട് മാവൂർ NIT റോഡ് കൊടുവള്ളി വരെ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ 88 കോടി രൂപയായി ഈ റോഡിന്റെ ഫണ്ട് ഉയർത്തി അതിനാവശ്യമായ അംഗീകാരവും കാര്യങ്ങളൊക്കെ നേടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ആവശ്യമായ ഭൂമി എക്വയർ ചെയ്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള UDF-ഉം മറ്റു വിഭാഗവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റോഡ് ഒരു വിഷയമായി എടുത്തുന്നയിക്കുന്നു. അത് ശരിയല്ല.
അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് കൃത്യമായും പറയാനുള്ളത്. കുറ്റിക്കടവ് പാലത്തിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന കുറെ ആളുകൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ വരിക. കുറ്റിക്കടവ് പാലം നിർമ്മിച്ചിട്ട് ഇടതുപക്ഷ മുന്നണി മാവൂർ പഞ്ചായത്ത് ഭരിക്കുന്ന കാര്യത്തിൽ നിർമ്മിച്ചതാണല്ലോ, വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ. അതിനുശേഷം UDF എത്ര പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വന്നു? നിങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടായിരുന്നല്ലോ, സർക്കാർ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അക്കാലത്ത് കുറ്റിക്കടവ് പാലത്തെ സംബന്ധിച്ച് ഓർമ്മ വരാതെ പോയത്? നിങ്ങൾ അതിന്റെ കുറച്ച് അപ്പുറത്ത് നോക്ക്. ചെട്ടിക്കടവ് പാലം, മൂടാപ്പാലത്ത് പാലം, ഇളമരം പാലം, കൂളിമട പാലം, ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് വന്ന പാലങ്ങളാണല്ലോ. കുറ്റിക്കടവ് പാലം നിർമ്മിക്കാൻ, വീതി കൂട്ടി നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കേരള ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അത് ഈ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉള്ള കാലത്ത് തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. അതിന് നിങ്ങളിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ബേജാറായി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ UDF വരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ പറഞ്ഞു പോയല്ലോ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP ആദ്യത്തെ തവണ ഇവിടുന്ന് ജയിച്ച് മാവൂരിൽ നടത്തിയ സ്വീകരണത്തിൽ പുഞ്ചപ്പാടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മിനി ടൂറിസം പദ്ധതി ആയിട്ടേ ഞാൻ മാവൂരിലേക്ക് വരൂ എന്ന് പറഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ MP 3ാം തവണയും ജയിച്ചു പോയിട്ടുണ്ടല്ലോ. ഇതേവരെ ആ ടൂറിസം പദ്ധതി മാവൂരിൽ വന്നിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ ഞങ്ങൾ വന്നാൽ ആ മിനി ടൂറിസം പദ്ധതി ചാലിയാർപ്പുഴ, ചെറുപുഴ, പുഞ്ചപ്പാടം, കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മിനി ടൂറിസം പദ്ധതി ഞങ്ങൾ നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് അതിന്റെ പ്രോജക്റ്റ് ഞങ്ങൾ കയ്യിലുണ്ട്. അതിന് ഫണ്ട് അനുവദിക്കാൻ ഒരു സർക്കാർ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. 10,000-കണക്കിന് രൂപ പ്രതിമാസം വാടക കിട്ടുമായിരുന്ന ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തിനാണ് പൊളിച്ചത്? ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് ഇവർ പറയുന്നത് അവിടെ വയോജനങ്ങൾക്ക് പാർക്കെന്നാണ്. 100 കണക്കിന് ബസ് കയറി ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിന്റെ അരികിൽ ഒരു പാർക്ക്, വയോജനങ്ങൾക്ക് ഒരു പാർക്ക് ഉണ്ടാക്കുക കേൾവി പോലും ഇല്ലാത്തതാണ്. കേരളത്തിൽ എവിടെയും ഇങ്ങനെ സംഭവമില്ല. താരക്ക് വല്ല വെളിവുള്ള ഏതെങ്കിലും ഭരണാധികാരികൾക്ക് കഴിയുന്നതാണോ? ഈ പ്രോജക്റ്റ് രാവിലെയും വൈകുന്നേരവും കടന്നു വരാനുള്ള സൗകര്യത്തിനാണ് റാമ്പ് വെക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരുമായ ആളുകൾക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരാനുള്ള റാമ്പ് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കും. ഇവിടെ വയോജനങ്ങൾക്ക് പാർക്കിലേക്ക് കടക്കണമെങ്കിൽ ശബരിമലയിലെ 18 പടി കയറുന്നത് പോലെ 18ാം പടി കയറിയിട്ട് വേണം ഇതിനകത്തേക്ക് എത്താൻ. ഇനി അങ്ങനെ എത്തിയാൽ തന്നെ രാവിലെ മുതൽ ഉദിക്കുന്ന വെയിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. മഴ പെയ്യുകയാണെങ്കിൽ രാവിലെ മുതൽ പെയ്യുന്ന മഴ വൈകുന്നേരം വരെ ഉണ്ടാവും. ആരാണ് അവിടേക്ക് വരേണ്ടത്? വയോജനങ്ങളാണ്. ഇതുപോലുള്ള ബുദ്ധിശൂന്യമായ രൂപത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കി അത് നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, നാട്ടിലെ ജനങ്ങളെ അപഹസിച്ചുകൊണ്ടാണ് മാവൂർ അങ്ങാടിയകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടത്തിന്റെ ആ വയോജന പാർക്കിന്റെ നിർമ്മാണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തി ഇതിനു വേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിച്ചത്, ഇതിന് അംഗീകാരം നൽകിയ ആരാണോ അവരൊക്കെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ പൊതു മാർക്കറ്റ്, ആ മത്സ്യമാംസ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? അത് വർഷങ്ങളെ അടച്ചുപൂട്ടി കിടക്കുകയാണ്. എന്തിനാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്? വേറെ ഏതെങ്കിലും എല്ലാ പഞ്ചായത്തിലുണ്ടല്ലോ, പഞ്ചായത്തിനകത്ത് മത്സ്യമാംസ മാർക്കറ്റുകൾ ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മാവൂരിലെ മത്സ്യ മാർക്കറ്റ് അടച്ചുപൂട്ടിയത്? ഇതിനെ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടവരല്ലേ? 6 കോടി രൂപ കടമെടുത്താണ് മാവൂരിലെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ആ കമ്മ്യൂണിറ്റി ഹാള് ഇതിനിടയ്ക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ആ വീണതിന്റെ ഭാഗമായി 50 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് റിപ്പയർ നടത്തി. ആ റിപ്പയർ നടത്തിയ ആ കെട്ടിടം തന്നെ ഇപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. ആ കമ്മ്യൂണിറ്റി ഹാൾ അവിടെ കല്യാണം നടക്കുന്നുണ്ട്, കല്യാണ മണ്ഡപമുണ്ട്, അതേപോലെ ഭക്ഷണം പാകം ചെയ്യാനുള്ള കിച്ചൺ ഉണ്ട്. ആ കിച്ചന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ കല്യാണം ബുക്ക് ചെയ്യോ? ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളാണ് കല്യാണം പരിപാടി നടത്താൻ വേണ്ടി വരുന്നത്. അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? യാതൊരു ദീർഘവീക്ഷണമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ കിട്ടുന്നത് വാരിയെടുക്കുക, കിട്ടുന്നത് പോക്കറ്റിലാക്കുക, അഴിമതി നടത്തുക എന്ന ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ പദ്ധതികളെല്ലാം ഈ മാവൂർ പഞ്ചായത്തിനകത്ത് ഈ ഭരണസമിതിക്കാർ ഇത്രയും കാലം നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഒരു ജനവികാരം മാവൂരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാവൂരിലെ 19 വാർഡിലും ഈ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന UDF നേതൃത്വം കൊടുക്കുന്ന
മാവൂർ പഞ്ചായത്ത് ഭരണം താഴെ ഇറങ്ങണം എന്ന് ചിന്തിക്കുന്നത് UDF-നകത്ത് തന്നെ വലിയൊരു ജനവിഭാഗം ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വരാൻ പോകുന്ന 11-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മാവൂർ പഞ്ചായത്തിന്റെ ഭരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരും. ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വയോജന പാർക്ക് ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വേണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ആലോചന ഞങ്ങൾ നടത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇനിയിപ്പോയാലും ഈ കോളേജ് മണ്ഡലത്തിലൊരു കോളേജ് എന്ന നിലക്ക് നഷ്ടപ്പെട്ടു പോയ ആ കോളേജിന് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ITA പോലുള്ള സംവിധാനങ്ങൾ മാവൂരിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. PHC പോലുള്ള ആരോഗ്യ മേഖലയിലെ PHC മാവൂർ പഞ്ചായത്തിലേക്ക് PHC കൊണ്ടുവന്നിട്ട് നമ്മൾ അന്നല്ലേ വേണ്ടെന്ന് പറഞ്ഞു വരും. ആ PHC മാവൂരിൽ തന്നെ കൊണ്ടുവരാനും പൊതുജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നല്ല ചികിത്സ ലഭിക്കാൻ ആവശ്യമായ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തും. ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തിന് വിജയിച്ചേ പറ്റൂ. അപ്പൊ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നാട്ടിലെ ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പഞ്ചായത്തിന്റെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് ജനങ്ങളെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഞങ്ങളുടെ മുന്നണിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമസ്കാരം. മാവൂർ ഗ്രാമപഞ്ചായത്തില് ഏതാണ്ട് 3.5 പതിറ്റാണ്ടിലധികം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണമില്ലാത്ത കാര്യപ്രവൃത്തിയില്ലാത്ത ജനക്ഷേമകരമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ജലക്ഷാമം, കുടിവെള്ളക്ഷാമം എന്ന് പറയുന്ന പദ്ധതി. നമുക്കറിയാം, മാവൂരിനെ സംബന്ധിച്ചിടത്തോളം മാവൂർ ഗ്രാമപഞ്ചായത്തിന് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ചാലിയാർ നദി ഒഴുകിയിട്ടും ഏറ്റവും ജലക്ഷേമകരമായിട്ട് ആ വെള്ളത്തെ ഉപയുക്തമാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനോ ഈ പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ആ വെള്ളം ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളും സാധിക്കാതെ പാഴായി പോയിട്ടുള്ള വർഷങ്ങളിൽ പാഴായി പോയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി പണം മാത്രമാണ് ഒരു നോക്കുകുത്തി പോലെ ഇന്നും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ബാക്കി കിടക്കുന്നത്. മാത്രമല്ല, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ എന്ന പദ്ധതി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ മാവൂർ പഞ്ചായത്ത് കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ജനത വെള്ളം കുടിച്ച് മരിക്കാൻ സാധിക്കാത്ത ഒരു ജനതയുള്ള പ്രദേശമായി മാവൂർ പഞ്ചായത്ത് മാറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം മാവൂർ പഞ്ചായത്തിന് ഭരിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൽജീവൻ മിഷനും അതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ മേഖലയിലെ ജനങ്ങൾക്ക് ആ കുടിവെള്ളം ഉപയുക്തമാക്കുന്നതോടൊപ്പം തന്നെ ചാലിയാറിലെ മുഴുവൻ ജലവും മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഉപയുക്തമാക്കാൻ എത്രത്തോളം സാധ്യമാവുമോ അതിന്റെ അങ്ങേയറ്റം പരിശ്രമിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം മാവൂരിൽ പരിശ്രമിക്കുമെന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിന് ഉറപ്പു നൽകുകയാണ് ഈ സമയത്ത്. കാർഷിക ഗ്രാമമായ മാവൂരിലെ സിംഹഭാഗം വരുന്ന ഭൂമിയും ഇന്ന് തെരുവ് നായ്ക്കളുടെയും പന്നികളുടെയും മാത്രം ആവാസ കേന്ദ്രമായി മാറ്റി ബാക്കിയുള്ള ഭാഗം മുഴുവൻ വെള്ളക്കെട്ടുകളായി മാറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് മാവൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ജൈവ മാതൃക കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ തരിശുഭൂമി എല്ലാം തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ യുവാക്കളെയും യുവതികളെയും കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്ന നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ മാവൂരിലെ മുഴുവൻ ജനങ്ങൾക്ക് ഉപയുക്തമാവുന്ന രീതിയിൽ ജൈവ മാതൃകകളെ കൃഷി ഉപയോഗിക്കുന്ന രീതിയിൽ ജൈവ ഗ്രാമമായിട്ട് മാതൃകാ ഗ്രാമമായിട്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കുമെന്ന് BJP ഈ സമയത്ത് ഉറപ്പു നൽകുകയാണ്. മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി അവരുടെ വികസന നേട്ടങ്ങളായിട്ട് ഉയർത്തിക്കാണിക്കുന്ന യാതൊന്നും തന്നെ ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാവൂർ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെയുള്ള പഞ്ചായത്ത് ബിൽഡിംഗ്. നമുക്കറിയാം, 2 വാഹനങ്ങൾ മുന്നോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ പോലും ആ പഞ്ചായത്ത് കെട്ടിടത്തിനകത്തേക്ക് ഒരാൾക്ക് കയറി പോകാൻ സാധിക്കാത്ത അവസ്ഥ, ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. ഇവിടെ അധികാരത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന LDFനെ സംബന്ധിച്ചോളം നമുക്കറിയാം,
LDF സംബന്ധിച്ച് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാവൂർ സർവീസ് സഹകരണ മേഖലയെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് ഞങ്ങൾ അഴിമതിയുടെ വക്താക്കളെന്ന് വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞ സാഹചര്യം. രണ്ടാമത് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ആ സർവീസ് സഹകരണ മേഖല തസ്തികൾ മുഴുവനും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പരീക്ഷ നടത്തുകയും സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ഒരു സംവിധാനത്തിലേക്ക് ഒരു പഞ്ചായത്തിന്റെ മുഴുവനും ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയായിക്കൊണ്ട് 1 രൂപയും 2 രൂപയും സമാഹരിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾ കൂടെ സമാഹരിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് അഴിമതിയുടെ കോട്ട കൊത്തളമായി മാറ്റിയിരിക്കുന്നു. ആ അഴിമതിക്കാരാണ് ഇന്ന് പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിന് വേണ്ടി ഇന്ന് മാവൂരിൽ മുറവിളി കൂട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. മാവൂരിലെ വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടിരിക്കുക. ഈ 2 മുന്നണികളും ഭരിച്ച സമയത്ത് ഒരേപോലെ പരാജയപ്പെട്ടിരിക്കുക. മാവൂരിലെ ഈ കാലം അത്രയായിട്ടും ഒരു ഹെൽത്ത് സെന്ററിന്റെ യൂണിറ്റ് PHSC കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാവൂരിലേക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ വേണ്ടി വന്നിട്ട് അത് അതിനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അത് തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാവൂരിലെ എല്ലാ അർത്ഥത്തിലും പരാജയമാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരവസരം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥികൾക്ക് തരണം. ആ ഒരു അവസരം തന്നാൽ ഈ മാവൂരിനെ വികസിത മാവൂരായി മാറ്റുന്നതിൽ പരിപൂർണമായിട്ടുള്ള ഉറപ്പ് നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയാനുള്ളത്. പറ്റുമോ? നിങ്ങൾ വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നതിന് പകരം ഇവിടെ മറ്റു രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളായിട്ട് വരിക. മാവൂർ പഞ്ചായത്ത് ഭരണസമിതി ഈ കാലം അത്രയും 15 വർഷക്കാലം ഭരിച്ചിട്ട് എന്ത് വികസന നേട്ടമാണ്, എന്ത് വികസനമാണ് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? അത് ജനങ്ങൾ മുന്നിലേക്ക് വെക്കണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. അതുപോലെ തന്നെ മാവൂരിലെ ഗതാഗതത്തിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, മാവൂരില് നമുക്കറിയാം MBR ഹോസ്പിറ്റല്, NIT അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മാവൂരൊക്കെ പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ എയർപോർട്ടിലെയൊക്കെ ആ ഭാഗങ്ങളിലെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗത്തിൽ എത്താൻ പറ്റിയിട്ടുള്ള ഒരു റോഡായിരുന്നു കെട്ടാങ്ങല് REC റോഡ്. ഈ റോഡിന്റെ വിഷയം തന്നെ നമുക്കറിയാം, ഒരുപാട് കാലം പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന് അവിടെ നിരന്തരം ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകലും ഒട്ടനവധി ആളുകൾ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു റോഡാണ്. ഈ റോഡിന്റെ ഒരു പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ ഈ ഇതിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മാവൂരിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് പല സന്നദ്ധ സംഘടനകളും രൂപം നൽകി. എന്നിട്ട് ഈ 2 മുന്നണികളും സംസ്ഥാന സർക്കാരോ മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയോ കണ്ണു തുറന്നില്ല. അതിന്റെ ഭാഗമായിട്ട് മാവൂരിലെ LDFനെയും UDFനെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും ശക്തമായ പ്രതിഷേധത്തിന് രൂപം നൽകിയതിന്റെ സാഹചര്യത്തിലാണ് ഈ റോഡില് പണി നടക്കുന്നുണ്ടായത്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർക്ക് 18 മെമ്പർമാർക്ക് കഴിഞ്ഞ 5 വർഷം 18 മെമ്പർമാരുണ്ടായിരുന്നു മാവൂർ പഞ്ചായത്തിൽ. ഇവിടെ ഈ റോഡിന്റെ കാര്യമായി ബന്ധപ്പെട്ട് MLA വിളിച്ചു ചേർത്തിട്ടുള്ള മീറ്റിംഗില് മാവൂർ പഞ്ചായത്തിലെ 18 മെമ്പർമാരിൽ ഒരാൾ പോലും ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വർഷകാലത്ത് യാത്രാക്ലേശം നേരിടുന്ന പാലങ്ങള്, ഈ ചാത്തമംഗലം പഞ്ചായത്തും മാവൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന മുഴാപ്പാലം, അവിടെ തന്നെ എത്ര കാലം ആ പാലം പൊളിച്ചിട്ട് അവിടുത്തെ സാധാരണക്കാരനെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നതിന് ശേഷമാണ് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച്. അതുപോലെ തന്നെ ഇപ്പൊ കുറ്റിക്കടവ് പാലം വാഹന ഗതാഗത യോഗ്യമാക്കി തരാം, മറ്റു വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സംവിധാനമാക്കി തരാമെന്ന് ഇവിടെ സംസ്ഥാന സർക്കാരും മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ജനങ്ങളെടുത്ത് വാതോരാതെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിരന്തരമായിട്ട് മാവൂരിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളെ നിങ്ങൾ ഈ പ്രാവശ്യം കൈയൊഴിയണമെന്നാണ് മാവൂരിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ കുത്തക അവസാനിപ്പിച്ച് 3 തവണ വലിയ രീതിയിലുള്ള ജനവിധി തേടിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി 4ാമത്തെ ഊഴത്തിനു വേണ്ടി ജനങ്ങളെ സമീപിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിലേക്കാണ് നമ്മളൊക്കെ കടക്കുന്നത്. ഈ സമയത്ത് മാവൂരിലെ
ജനങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച 19 സ്ഥാനാർത്ഥികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള പ്രതിനിധികളെയും അവതരിപ്പിക്കുമ്പോൾ മാവൂരിലെ ഓരോ പ്രദേശത്തും ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ UDF വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം പരമ്പരാഗതമായി CPM വോട്ട് ചെയ്യുകയും CPM വേണ്ടി പാർട്ടി പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്ന നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് പല ലേബലുകളാണ്, KPA ആയിട്ടും RMP ആയിട്ടും അല്ലാതെ മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും ഒക്കെ ഈ ആളുകൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത ആളുകൾ. ഇന്ന് ആ ചിഹ്നം അവതരിപ്പിക്കാൻ പോലും മാവൂരിലെ CPM ധൈര്യമില്ലാത്തൊരവസ്ഥയാണ് പല വാർഡുകളിൽ കാണുന്നത്. പരമ്പരാഗതമായി CPM ഭരിച്ചിരുന്ന CPM പ്രതിനിധാനം ചെയ്ത പഞ്ചായത്തിലെ പല വാർഡുകളിൽ സ്വതന്ത്ര വേഷത്തിലാണ് CPM ഇന്ന് നിലകൊള്ളുന്നത്. അതിന് കാരണം ആ ചിഹ്നത്തെയും ആ പാർട്ടിയെയും ആളുകൾ തിരസ്കരിച്ചിരിക്കും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കും. ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന മാറ്റം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 10-ലും 15-ലും 20-ലും ആവർത്തിച്ചുള്ള UDF വിജയം. 25-ൽ വളരെ ഗംഭീരമായ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇവിടെ പാർട്ടി വളർത്താനും പാർട്ടിക്കാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും അല്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ അവരുടെ ഒരു ഭരണമാണ് നടക്കുന്നത്, സ്വന്തം ഭരണമാണ് നടക്കുന്നുള്ള തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാല ഭരണസമിതിയിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് റുട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലുപരി ആ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് ഏജൻസികളിൽ നിന്ന് സഹായം തേടുകയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഫണ്ടിന് പുറമെ സുമനസ്സുകളായ നല്ലവരായ നമ്മുടെ നാട്ടുകാർ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭൂമി പാവപ്പെട്ട ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച ഭൂമി പാർട്ടിക്കാർക്ക് വീതം വെച്ച് കൊടുക്കുകയും അവർ അത് ഒരു സ്ഥാവര ജംഗമ സ്വത്ത് പോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ചിത്രം നമുക്കറിയാം. 2010-ൽ UDF ഭരണസമിതി വന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ ഭൂമിയൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ആ അനാവശ്യമായിട്ട് അർഹതയില്ലാത്ത ആളുകൾക്ക് കൊടുത്ത മുഴുവൻ ഭൂമികളും തിരിച്ചു പിടിച്ചു. ഒരു തുണ്ട് ഭൂമിയില്ലാതെ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത പാവപ്പെട്ട ഏകദേശം 65 കുടുംബങ്ങൾക്ക് അത് 3 സെന്റ് വീതം വിതരണം ചെയ്തിട്ടാണ് ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി ഏറ്റവും നക്ഷത്ര ചിഹ്നമിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഈ കയറിക്കിടക്കാൻ ഭൂമിയില്ലാത്ത കൂരയില്ലാത്ത ആളുകൾക്ക് 3 സെന്റ് ഭൂമിയും അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ സർക്കാരിൻ്റെ പണം ലഭ്യമല്ലാതെ വന്നപ്പോൾ അഡ്കോയിൽ നിന്ന് 1,80,00,000 രൂപ കടമെടുത്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അഡ്കോ വായ്പ എടുത്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ നമ്മൾ തീരുമാനം. അതോടൊപ്പം മാവൂർ കമ്മ്യൂണിറ്റി രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു വിവാഹം വിശേഷം നടത്താൻ സ്ഥലമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ആഡംബരപൂർവ്വം വിവാഹം നടത്താൻ അവർക്ക് വരുന്ന ചെലവ് വെറും 20,000 രൂപയാണ്. എല്ലാ ചെലവും പാത്രം, ജനറേറ്റർ, എല്ലാ കാര്യങ്ങളും അനുവദിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് 20,000 രൂപക്ക് ആഡംബരപൂർവ്വം വിവാഹം നടത്താൻ പറ്റുന്ന മാവൂർ പഞ്ചായത്തിലെ ഏതൊരു സ്വകാര്യ ഓഡിറ്റോറിയത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലും എണ്ണത്തിലും സൗകര്യത്തിലും കൂടുതലുള്ള ഒരു കല്യാണ മണ്ഡപം നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ജിമ്മ് ഇപ്പോൾ മാവൂരിലെ ചെറുപ്പക്കാർക്ക് വലിയ ആവേശമായ അത്തരം ഒരുപാട് പരിപാടി, ഹാപ്പിനെസ് പാർക്കുകൾ, ചെറുപ്പ ആശുപത്രി കോമ്പൗണ്ടിനകത്തെ പാർക്ക്, അതുപോലെ തന്നെ കച്ചേരിക്കുന്നിലെ കുട്ടികളുടെ പാർക്ക്, ഇതൊക്കെ നമ്മൾ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്തിനോട് സഹകരിക്കാൻ തയ്യാറായ നല്ല ആളുകൾ, അവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്, അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പകൽപ്പീട് കണ്ണിപറമ്പിൽ വാർദ്ധക്യം വന്ന് വീട്ടിനകത്ത് മറ്റു ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത ആളുകൾ വീട്ടിലെ മക്കളും മരുമക്കളും ഒക്കെ മറ്റു ജോലികൾക്ക് പോകുമ്പോൾ അവർക്ക് വിരസത അനുഭവിക്കുന്ന വീടുകളിലിരിക്കുന്നത് മാറ്റാൻ പഞ്ചായത്ത് സ്വന്തം കെട്ടിടത്തിൽ മാവൂർ പഞ്ചായത്തിലെ കൂനിച്ചുമാട് പ്രദേശത്ത് 7-ാം വാർഡിൽ പകൽ വീട് അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നു. 3 നേരം ഭക്ഷണം അവിടെ നമ്മൾ പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ വിശപ്പുരഹിത മാവൂര് പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല,
അത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആളുകൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് മാവൂരിൽ വരുന്ന ഏതൊരാൾക്കും പണമില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കേണ്ട അവസ്ഥയില്ലാത്ത ഒരു അവസ്ഥ നമ്മൾ രൂപപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കരുതൽ എന്ന് പേരിട്ടുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി പാവപ്പെട്ട നിത്യരോഗികൾക്ക് മരുന്ന്, സൗജന്യമായ മരുന്ന് അവരുടെ പഞ്ചായത്തിന്റെ നിശ്ചിത ഫോറത്തിൽ ആ വാർഡ് മെമ്പറുടെ ശുപാർശ അനുസരിച്ച് തന്നു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെറുപ്പം മിനി സ്റ്റേഡിയം, കായിക പ്രേമികൾക്ക് ചെറുപ്പം മിനി സ്റ്റേഡിയം നവീകരിച്ചതും ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. 2014 40 ലക്ഷം രൂപ കൊടുത്ത് നവീകരിച്ചു. ഇപ്പോൾ അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ച് കായിക പ്രേമികൾക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. പാലിയേറ്റീവ് രോഗികളെ എല്ലാ വർഷവും സംഗമം നടത്തുന്നു, അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കിടപ്പിലായ, അപകടം കൊണ്ട് കിടപ്പിലായ, രോഗം കൊണ്ട് കിടപ്പിലായ, വാർദ്ധക്യം കൊണ്ട് കിടപ്പിലായ രോഗികളെ നമ്മൾ സ്വീകരിച്ച് അവർക്കൊരു ജീവിതം പ്രദാനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉള്ള അതിലെ കുട്ടികളുള്ള കുടുംബത്തിന്റെ പ്രയാസം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത്തരം കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂള്, ഏകദേശം 58 കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിന് സൗകര്യപ്രദമായ ഒരു പുതിയ കെട്ടിടം, അതിനു വേണ്ടിയുള്ള പണിപ്പുറയിലാണ് പഞ്ചായത്ത് ഭരണസമിതി. തീർച്ചയായിട്ടും അടുത്ത ഭരണസമിതി ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ആ കുട്ടികളുടെ സ്കൂളിന്റെ പുതിയ കെട്ടിടമാണ്. ഇപ്പോൾ ഉള്ള സ്കൂളിൽ തന്നെ നമുക്ക് അവരുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ജീവിത സന്താനത്തിന് വേണ്ടിയുള്ള മാർഗം എന്ന നിലയ്ക്ക് നെയ്ത്ത് യന്ത്രം അവിടെ നമ്മൾ സ്ഥാപിച്ചു. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെയ്ത്ത് യന്ത്രം സ്ഥാപിച്ചു. അവർക്ക് പരിശീലനം കൊടുത്തു. അവിടെ ബാഗുകൾ ഉണ്ടാക്കുന്നു, പഴയ തുണിസ്ഥലങ്ങൾ കൊണ്ട് വാനിറ്റി ബാഗുകൾ ഉണ്ടാക്കുന്നു, മാറ്റുകൾ ഉണ്ടാക്കുന്നു, അത് വിൽപ്പന നടത്തുന്നു. അതുകൊണ്ട് ചെറിയൊരു വരുമാനം ആ കുടുംബങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് പഞ്ചായത്തിന് ഏറ്റവും സന്തോഷത്തോടു കൂടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഡിൽ അംഗനവാടികൾ 29 അംഗനവാടികളാണ് മാവൂർ പഞ്ചായത്തിൽ. അത് 26 എണ്ണത്തിനും സ്വന്തം കെട്ടിടം കൊടുത്തു. 3 എണ്ണത്തിന് കെട്ടിടം ഇല്ലാത്തതിന്റെ കാരണം പഞ്ചായത്തിന്റെ ഇപ്പോൾ കൽപ്പള്ളി അംഗനവാടി കെട്ടിടത്തിന് വേണ്ടി ചോദിച്ചത് PWDയുടെ 9 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 5 സെന്റ് സ്ഥലം ചോദിച്ചു. ബഹുമാന്യനായ PWD മന്ത്രി അടക്കമുള്ള MLA അടക്കമുള്ള ആളുകളെ നമ്മൾ സമീപിച്ചു. പക്ഷെ ഒരു 5 സെന്റ് സ്ഥലം പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അംഗനവാടിക്ക് വേണ്ടി വിട്ടുതരാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അവിടെ അംഗനവാടി കെട്ടിടം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റു 2 അംഗനവാടികൾക്കും സ്ഥലത്തിന്റെ പരിമിതി മൂലമാണ് കെട്ടിടം ഉണ്ടാക്കാത്തത്. മറ്റുള്ള അംഗനവാടികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ നവീകരിച്ചിരിക്കുന്നത്. ചെറുപ്പ ഖാദി ബോർഡ് അംഗനവാടി, മാവൂർ ടൗണിലെ ക്രാഡിൽ അംഗനവാടിയൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അഭിമാനമായിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ നിയമപ്രശ്നങ്ങൾ നേരിടുന്ന ശോചനീയമായ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം അത് പൊളിച്ചു നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയപരമായി ഇവിടെ ഏത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ UDF നടത്തുന്ന ഏത് നല്ല കാര്യത്തെയും എതിർക്കുന്ന മാവില്ല CPM. ആ CPM അതിലും വളരെ മോശമായ രീതിയിലാണ് ഇടപെട്ടതും നമ്മളെ പ്രതിരോധിച്ചതും. അതിനെ ഒക്കെ മറികടന്നുകൊണ്ട് ആ കെട്ടിടം പൊളിക്കുകയും അവിടെ ഏറ്റവും മനോഹരമായി മാവൂരിൽ ബസ് ഇറങ്ങുന്ന, മാവൂരിൽ വന്നു ചേരുന്ന ഒരാൾക്ക് ഏറ്റവും മനോഹരമായുള്ള ഒരു പാർക്ക്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് ഈ പാർക്ക് എന്തിനാണ്? അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ ഓഫീസ് നന്നാക്കലും പാർട്ടിക്കാരെ നന്നാക്കലുമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് AC-ക്ക് തണുപ്പ് പോരാ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തിയ ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, AC എയർ കണ്ടീഷൻ വെക്കുന്നത് പ്രസിഡന്റിന്റെ റൂമിലല്ല. പ്രസിഡന്റിന്റെ റൂമിൽ എയർ കണ്ടീഷൻ വെച്ചിട്ടില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമാണ് എയർ കണ്ടീഷൻ വെച്ചു കൊടുത്തത്. അവരെ നല്ല ഔട്ട്പുട്ട് കിട്ടാൻ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനുള്ള നല്ല സൗകര്യം. തൊഴിലാളി വർഗത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഈ അവിടെ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷ ആളുകളും ഈ പാർട്ടിയുടെ CPM-ന്റെ NGO യൂണിയനിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് നല്ല സൗകര്യപ്രദമായി ജോലി ചെയ്യാനും അന്തസ്സോടുകൂടി ജോലി ചെയ്യാനുള്ള സമീപനം അവിടെ കൊടുത്തപ്പോൾ AC-ക്ക് തണുപ്പ് പോരാന്നാ പറഞ്ഞത്. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞു പാർക്കിന് സ്റ്റെപ്പിന്റെ എണ്ണം കൂടുതലാ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിജയം. ഇവർക്ക് ഈ കാലം അത്രയും 15 വർഷക്കാലം ഭരിച്ചു, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നയാ പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. മുൻകാലങ്ങൾ അങ്ങനല്ല. എന്ത് പണം കിട്ടിയാലും അടിച്ചു മാറ്റുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിൽ കിട്ടുന്ന 10 രൂപയാണെങ്കിൽ അത് 20 രൂപയാക്കിക്കൊണ്ട് നമ്മൾ ആളുകൾക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്, കച്ചേരിക്കുന്നിൽ കുട്ടികളുടെ പാർക്കിൽ പകുതി പൈസ പുറത്തുള്ള ആളുകളാണ്, സ്വകാര്യ വ്യക്തികൾ സഹായിച്ചതാണ്. ഓപ്പൺ ജിംനേഷ്യം സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തമുണ്ട്.
ചെറുപ്പ ആശുപത്രിയിൽ നമ്മൾ ECG മെഷീൻ കൊടുത്തു. പഞ്ചായത്തിന്റെ മായി സഹകരിക്കുന്ന ആളുകൾ നല്ല ഇത്തരം കാര്യങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന നല്ല മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. അവർ സഹകരിച്ചു. നമ്മൾ ഈ രീതിയിലാണ് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നന്നായി കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇവരെന്താ മുമ്പ് ചെയ്തത്? ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലാളികൾക്ക് യൂണിയൻ മെമ്പർഷിപ്പ് കൊടുക്കുകയും പാർട്ടി പരിപാടികൾക്ക് ജോലിക്ക് ഹാജരാകാതെ ആഴ്ചയിൽ 2-3 ദിവസം പാർട്ടിയുടെ പരിപാടി വിജയിപ്പിക്കാൻ ആളെ കൂട്ടാനുള്ള ഉപാധിയായി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി. അവർക്ക് 100 തൊഴിൽ ദിനം എല്ലാവർക്കും ഉറപ്പുവരുത്തി. കോടാനുകോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാവൂർ അങ്ങാടിയിൽ ഇറങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൈകളിലൂടെ. അത് ആർക്കൊക്കെ കിട്ടിയത്? മാവൂരത്തെ കച്ചവടക്കാർക്ക് കിട്ടി, മാവൂരത്തെ ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടി, മാവൂർ മത്സ്യ കച്ചവടക്കാർക്ക് കിട്ടി. അങ്ങനെ മാവൂരിന്റെ വലിയ രീതിയിലുള്ള പുരോഗതിക്ക് ഈ പദ്ധതി നമ്മൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി മാവൂർ പഞ്ചായത്തിൽ UDFന്റെ ഭരണസമിതിയുടെ പ്രകടന പത്രിക അടുത്ത ദിവസം ഇറങ്ങാൻ പോകും. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറ്റിക്കടവ് പാലം. കുറ്റിക്കടവിൽ ഏറ്റവും പ്രയാസകരം, ബഹുമാന്യനായ അന്തരിച്ചു പോയ ദേശീയ നേതാവ് E. അഹമ്മദ് സാഹിബ് ഇവിടുത്തെ മഞ്ചേരിയുടെ MP ആയിരുന്ന സമയത്ത് അദ്ദേഹം നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് നടത്തിയ ചെറിയൊരു ജീപ്പബിൾ പാലം. കാലഘട്ടം ഒരുപാട് മാറിയിട്ട് പോലും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. തൊട്ടപ്പുറത്ത് മുഴാപ്പാലത്ത് ആവശ്യമില്ലാതെ പാലം പണിത MLAയും ഭരണകക്ഷിയും ഉള്ളപ്പോൾ തന്നെ ഈ ആവശ്യമുള്ള MBR അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലത്തിന് ഒരു നയാ പൈസ നീക്കി വെക്കാതിരിക്കുക. അതിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്തിയ പരിഗണന ഒന്ന്, കുറ്റിക്കടവ് പാലം പഞ്ചായത്ത് അത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അടുത്ത ഏത് ഗവൺമെന്റിനെയായാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ മുഴുവൻ പിന്തുടർന്നുകൊണ്ട് ആ പാലം യാഥാർത്ഥ്യമാകാൻ വേണ്ടി നമ്മൾ വലിയ ശ്രമം നടത്തും. അതുപോലെ തന്നെ കുറ്റിപ്പാലക്കൽ പൈപ്പ് ലൈൻ റോഡ് 1 കിലോമീറ്റർ നീളവും അതുപോലെ 8 മീറ്റർ വീതിയുള്ള വളരെ മനോഹരമായ ടൂറിസത്തിന് പോലും സാധ്യതയുള്ള ആ റോഡ് നമ്മൾ യാഥാർത്ഥ്യമാക്കും. പഞ്ചായത്തിന്റെ ഗ്രാമവനം പഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ കണ്ണിപ്പറമ്പിലുള്ള ഗ്രാമവനം ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നുള്ള നമ്മുടെ മറ്റൊരു പ്രധാനം. അതിലുപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമുക്ക് ഒരു ജനകീയ സംവിധാനത്തോട്, ജനകീയ സഹകരണത്തോടു കൂടിയുള്ള ഡയാലിസ് സെന്റർ, സൗജന്യ ഡയാലിസ് സെന്റർ, ഡയാലിസ് ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയ പ്രയാസത്തിലാണ്. അത് പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ പ്രയാസപ്പെടുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അതിലേറെ പ്രയാസപ്പെടുക. ഒരു ഡയാലിസ് രോഗിക്ക് ആഴ്ചയിൽ 2-3 തവണ ഡയാലിസ് ചെയ്യുക. അതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അവരെ പരിചരിക്കുന്ന ആളുടെ പ്രയാസങ്ങൾ, യാത്രാ ചെലവ്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാവൂരിൽ നമുക്ക് മാവൂർക്കാർക്ക് വേണ്ടി മാത്രമായി സ്വന്തമായി ഒരു ഡയാലിസ് സെന്റർ എന്നുള്ളത് UDFിന്റെ പ്രകടന പത്രികയിൽ നമ്മൾ അക്കമിട്ട് പറയുന്നതിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നതാണ്. ഇങ്ങനെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാവൂർ കോഴിക്കോട് റോഡ്, ചെറുപ്പം മുതൽ താത്തുറുപ്പൊയിൽ വരെയുള്ള റോഡിൽ 1965 വന്ന റോഡ് ഇന്ന് വരെ അതിന്റെ വികസനത്തിന് വേണ്ടി 15 വർഷക്കാലം ഇവിടെ MLA ആയ വ്യക്തിയോ അവരെ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കാര്യത്തിലും പഞ്ചായത്ത് വളരെ ശക്തമായ ഇടപെടൽ നടത്തുകയും വേണ്ടി വന്നാൽ സമരം ഉൾപ്പെടെ ഭരണസമിതി നടത്താൻ തയ്യാറാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. പിന്നെ ഗ്രാസ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പഞ്ചായത്തിന്റെ പരിമിതി ഇക്കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. എന്നാലും നിരന്തരമായി ഈ ഭൂമി മാവൂർ പഞ്ചായത്തിന്റെ വികസനത്തിന് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും ഈ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് ഭരണസമിതി മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് മാവൂരിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് സഹകരണങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതാണ്. നമുക്കിവിടെ നമ്മുടെ പുതിയ തലമുറയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ തലമുറയ്ക്ക് വേണ്ടി UDF എടുക്കുന്ന പ്രകടന പത്രികയിൽ മറ്റൊരു സവിശേഷ കളിസ്ഥലങ്ങൾ, കണ്ണിപ്പറമ്പിൽ കളിസ്ഥലമില്ല, മാവൂർ ടൗൺഷിപ്പിൽ കളിസ്ഥലമില്ല. ഈ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും യുവാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം. അതോടൊപ്പം മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി അവരെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഉന്നത പരീക്ഷകൾ സജ്ജമാക്കാൻ വേണ്ടി വരുന്ന ചെലവ് പല കുടുംബങ്ങൾക്കും താങ്ങാൻ പറ്റാത്തത്. ബുദ്ധി കൊണ്ട് മികച്ചു നിൽക്കുന്ന കുട്ടികൾ സമ്പത്ത് കൊണ്ട് ആ വൈഭവം പുറത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇനി ഉണ്ടാവില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ നമ്മൾ ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം കൊടുക്കാവുന്നതിൻ്റെ മുഴുവൻ ചെലവും പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കും. അപ്പോൾ UDF വളരെ പ്രാധാന്യത്തോട് കാണുന്ന മറ്റൊരു വികസന പ്രവർത്തനമാണ് മാവൂരിലെ ആയങ്കുളം പ്രദേശം. യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം എത്തിപ്പെടാത്ത ആ പ്രദേശം വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു പാലം ആയങ്കുളം നെച്ചിക്കാട്ട് കടവുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഇപ്പൊ നടപ്പാലാണ്. അത് സമുദ്രദ്രോഹികൾ വളരെ പ്രയാസത്തിലാക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾ പോലും പൊളിച്ചു നീക്കിയിട്ടുണ്ട്.
അവിടെ മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ വാഹനം ഗതാഗത യോഗ്യമായ ഒരു പാലത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അടുത്ത UDF ഭരണസമിതി നടത്തുമെന്ന് കൂടി ഈ തരുണത്തിൽ ഉറപ്പ് തരും. അങ്ങനെ പുതിയ തലമുറയെ, വനിതകളെ, വയോജനങ്ങളെ, മുഴുവൻ ഭിന്നശേഷിക്കാരെ ഒക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഇന്നലകൾ ചെയ്തതുപോലെ അടുത്തു വരാൻ പോകുന്ന ഭരണസമിതിയും ഈ നാടിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി.